നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആയിരുന്നവനും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവനും സർവ്വശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എൻ്റെ പേര് വിജി ജോസഫ്. എൻ്റെ വീട് അങ്കമാലിക്കടുത്ത് തുറവൂരാണ്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 27 ഞാനൊരു പ്രാവശ്യം ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 2023 ജൂൺ 18 സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പറഞ്ഞ സാക്ഷ്യം മെയിനായിട്ടും ഞങ്ങൾക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും എൻ്റെ ഹസ്ബൻഡിന് ജോലിയെല്ലാം വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്തും ഞാൻ ഉടമ്പടി തുടങ്ങിയ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് ഞങ്ങൾക്ക് ദേവാലയ പരിസരത്തായിട്ട് ഒരു വീട് വേണമെന്നതായിരുന്നു. ഇപ്പോഴുള്ള വീടും ദേവാലയ പരിസരത്ത് തന്നെയായിരുന്നു. പക്ഷേ സ്ഥലം വളരെ കുറവ്, 2.25 സെൻറ്റ് സ്ഥലത്തൊരു വീടാണ്. 4 പിള്ളേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഗ്രഹമായിരുന്നു കുറച്ച് സ്ഥലം വേണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം പോലെ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ഒരു സ്ഥലം, 17 സെൻറ്റ് സ്ഥലം, അതും NH 100 മീറ്റർ മാത്രം ഉള്ളിലോട്ടായി. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നത് പോലെ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകൾ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അത്രയും അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ആദാനം ചെയ്തെടുക്കാൻ സാധിച്ചു എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതിനുശേഷം നടന്നിട്ടുള്ള കുറേ സാക്ഷ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യം സാക്ഷ്യം പറയാൻ ഒരുങ്ങിയപ്പോൾ സിസ്റ്റർ ജീന പറഞ്ഞു 1-2 കാര്യങ്ങളും കൂടി റെഡിയായിട്ട് ഒരുമിച്ച് പറയുന്നതാണ് ഭംഗിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വൈകിയതിന് മാതാവിന് ക്ഷമ ചോദിക്കുന്നു. ആദ്യമായിട്ട് പറയുന്നത്, ഞങ്ങൾ സ്ഥലം ആധാരമെല്ലാം മനോഹരമായി, അതായത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന ബാങ്ക് ലോൺ ഇല്ലാണ്ട് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റണേന്നാണ്. അപ്പോൾ ബാങ്ക് ലോണൊന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഞങ്ങൾക്ക് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം ദീർഘിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അത്ഭുതകരമായിട്ടാണ് ആധാരം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയത്. പിന്നീട് സ്ഥലം വിൽപ്പന സ്ഥലം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആ വാങ്ങിച്ച സ്ഥലത്ത് വീട് വെക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് വീട് വെക്കാനായിട്ട് വേറെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രതിസന്ധികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ചിന്തയിൽ നിലവിലുള്ള വീട് കൊടുക്കാമെന്നായി. കാരണം അത് കൊടുക്കാതെ വേറെ വീട് പണിയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അച്ഛനെ കണ്ട് അച്ഛൻ കാശ് രൂപമൊക്കെ തന്നു, ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു തന്നു. ഞാൻ ആ കാശ് രൂപം വീട്ടിൽ കൊണ്ടുപോയി വെച്ച് എല്ലാ ദിവസവും വെഞ്ചിരിച്ച നേർച്ചവെപ്പ് വീടിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ജെറീക്കോ പ്രാർത്ഥന പോലെ മെഴുകുതിരി കത്തിച്ച് വീടിന് ചുറ്റും ഞങ്ങൾ 7 ദിവസമൊക്കെ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അത്ഭുതകരമായിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ അത് ആ വീട് വിൽക്കാൻ അല്പം തടസ്സമുള്ളൊരു മേഖലയായിരുന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഒരു ഇടമലയാർ കനാലാണ്, റോഡാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ, വീട് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ അതൊരു നെഗറ്റീവായിട്ട് എപ്പോഴും പറയുമായിരുന്നു. ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ വഴി എന്ന് പറയുന്നത് ഭയങ്കര പ്രതിസന്ധി. വഴി ഇപ്പോഴുണ്ടെങ്കിലും പിന്നീട് എടുത്തു പോകുമെന്നുള്ള പേടിയുണ്ട് പലരും വാങ്ങിക്കാൻ മടിച്ചു. പക്ഷേ അമ്മ ഇടപെട്ട് അത്ഭുതകരമായി 3 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ആധാരം മനോഹരമായി നടത്തി തന്നു. അമ്മയ്ക്ക് 1000 നന്ദി, ഈശോയ്ക്ക് 1000 നന്ദി. പിന്നീട് ഞങ്ങളുടെ വീട് പണി ആരംഭിക്കാൻ തുടങ്ങി. അപ്പം വീട് പണിയാനുള്ള ആ സ്ഥലത്തേക്ക് വീതി അല്പം കുറവായിരുന്നു. അപ്പോൾ വലിയ ട്രക്ക് കൊണ്ട് മെറ്റീരിയൽസൊക്കെ ഇറക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീട് പണി എടുത്ത കോൺട്രാക്ടർ ഞങ്ങളോട് പറയുമായിരുന്നു, ചെറിയ വണ്ടിയിലാണ് മെറ്റീരിയൽസ് ഇറക്കാൻ പറ്റുള്ളൂ, കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അപ്പം നിങ്ങൾക്ക് വിചാരിച്ചതിലും റേറ്റ് അല്പം കൂടുതലാവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഭയം തോന്നിയില്ല. കാരണം ഉടമ്പടിയിൽ എടുത്ത മുതൽ എന്ത് പ്രതിസന്ധി വന്നാലും നമുക്കൊരു ടെൻഷനും തോന്നാറില്ല. ഭയങ്കര ശരീരത്തിനൊരു കൂള് പോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിച്ചില്ല. പക്ഷേ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ സ്ഥലത്തിന് പുറകിലൂടെ ഒരു ഒഴിഞ്ഞൊരു പ്ലോട്ട് കിടക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ലാൻഡ് തന്ന ഓണറിൻ്റെ വൈഫ് ഞങ്ങളോട് പറഞ്ഞു, മോളെ അവിടെ ഒരു പ്ലോട്ട് കിടക്കുന്നുണ്ട്, അത് അവരുടെ ഓണർ ഇവിടെയല്ല, വിദേശത്താണ്, അവരോട് പറഞ്ഞ് അത് സംസാരിക്കുകയാണെങ്കിൽ അത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചാൽ ഒട്ടും നടക്കില്ലെന്നാണ് അതറിഞ്ഞ 1-2 പേര് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ ഈ കോൺട്രാക്ടറോട് അത് പറഞ്ഞ് കോൺട്രാക്ടർ ഇടപെട്ട് അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. ഒട്ടും വിശ്വസനീയമായ രീതിയിൽ അവർ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അത് സമ്മതിക്കുകയും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം പറയുന്നത് പോലെ, മലകൾ ഞാൻ വഴിയാക്കും, വിശാല വീഥികൾ ഞാൻ ഉയർത്തും എന്നത് പറഞ്ഞ പോലെ ആ ചുറ്റും പരിസരത്തുള്ള അയൽവക്കക്കാരൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വഴി തന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല
പറ്റില്ല എന്ന് പറഞ്ഞു. കോൺട്രാക്ടർക്കും വളരെ അത്ഭുതമായിരുന്നു. ഏറ്റവും മനോഹരമായിട്ട് ആ വീട് പണി തുടങ്ങി. ജനുവരി 2024 ഫസ്റ്റ് വീക്കിനാണ് തുടങ്ങിയത്. ഇപ്പോൾ അത് 2200 സ്ക്വയർ ഫീറ്റ് വീട്, ഏകദേശം പകുതിയിൽ കൂടുതൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഫണ്ട് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഒരു രൂപ പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ മാതാവ് അനുവദിച്ചിട്ടില്ല എന്നാണ് ഈ സാക്ഷ്യത്തിലെ ഏറ്റവും വലിയ കാര്യം. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി പുറകെ നടക്കുന്ന അനുഭവം. ഞങ്ങൾ ബാങ്ക് ലോൺ ഇല്ലാണ്ട് ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെയും അതിനനുവദിച്ചിട്ടില്ല. അതിൻ്റെ പുറകിൽ മാതാവിൻ്റെ ശക്തമായ കരം ഉണ്ടായിരുന്നു. ഞാൻ വീട് പണി തുടങ്ങിയത് മുമ്പ് അമ്മേനോട് പറഞ്ഞത്, അമ്മയായിരിക്കണം എൻ്റെ വീടിൻ്റെ ഡിസൈനർ, ഈശോ ആയിരിക്കണം എഞ്ചിനീയർ എന്ന്. അതുപോലെ ഒരു എഞ്ചിനീയറെയാണ് ഞങ്ങൾക്ക് തന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ആ എഞ്ചിനീയർ ഇതുവരെ പണി നിർത്തി വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് തരുമെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇതുവരെയും ഒറ്റ ദിവസം പോലും വർക്ക് നിർത്തി വെച്ചിട്ടില്ല. കാരണം അത് പരിപൂർണതയിൽ എത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ, ഇത് രണ്ടാമത്തെ മോളാണ്. അവൾ SSLC ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മിനിഞ്ഞാന്ന് റിസൾട്ട് വന്നു. അവൾ നല്ല മിടുക്കിയാണ്. ചെറുപ്പം മുതലേ നന്നായി പഠിച്ചിരുന്ന കൊച്ചാണ്. പക്ഷേ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ആൾ കുറച്ച് ഉഴപ്പൊക്കെ തുടങ്ങി. ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് പഠനത്തിൽ ഇച്ചിരി ഉഴപ്പി. പ്രത്യേകിച്ച് അവൾ CBSE സ്റ്റേറ്റിലേക്ക് ഞാൻ മാറ്റിയായിരുന്നു. അപ്പം മലയാളം എഴുതാനൊക്കെ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പറയാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും എഴുതി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവൾ 2 ലൈൻ എഴുതി അവസാനിപ്പിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കുക എന്നുള്ളത് സ്ഥിരമാണ്. അപ്പോൾ മോഡൽ എക്സാമിന് വരെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നിട്ട് അവളുടെ കുറേ മാർക്കുകൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എപ്പോഴും പറയും മമ്മി ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എത്രയോ മാർക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ മോൾക്കും മോളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഉന്നത വിജയം നൽകണമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ ആരും പറഞ്ഞ് വിശ്വസിക്കാമെന്നറിയില്ല, ഒരു ഗ്രേസ് മാർക്ക് പോലും ഇല്ലാണ്ട് ഫുൾ A+ വിജയം കുഞ്ഞിന് തന്നു. അത് മാത്രമല്ല ഏറ്റവും അത്ഭുതം, ഇവളുടെ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ A+ മാർക്ക് കിട്ടിയേക്കുന്നത്. കാരണം ഇവളുടെ ഫ്രണ്ട്സിനാണ് എല്ലാവർക്കും തന്നെ A+ മാതാവ് ഒരുക്കുന്നതിന്. അതെൻ്റെ ഒരു നിയോഗമായിരുന്നു. പിന്നത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുന്ന ആളാണ്. B ക്ലാസ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ 25 kW ലൈസൻസ് ആയിരുന്നു. അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിച്ചെങ്കിലും അതിന് ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല. കാരണം ടെസ്റ്റിന് സമയം നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ കുറേ നാൾ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും അത് കാര്യം നടക്കാണ്ട് നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അത്ഭുതകരമായിട്ട് എക്സാം ഡേറ്റ് വന്നു. എക്സാം എഴുതി അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. പിന്നെ എനിക്കൊരു ജോലി, ഞാനൊരു 5 വർഷമായിട്ട് ജോലി ചെയ്യാതിരിക്കുമായിരുന്നു. കാരണം ഞാൻ 4 മക്കളാണെന്ന് പറഞ്ഞല്ലോ. ഇളയ അത് ഒരു മോനാണ്, അത് 4 വയസ്സായിട്ടില്ല, 3.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പാരൻസ് ഇല്ല ഞങ്ങൾക്ക് 2 പേർക്ക്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും പാരൻസ് ചെറുപ്പത്തിലെ എൻ്റെ അപ്പച്ചനൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പേ മരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരുമില്ലല്ലോ എന്ന്. അപ്പം 5 വർഷമായിട്ട് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നില്ല. പക്ഷേ അപ്പോൾ ഈ അടുത്ത് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം തോന്നി. കാരണം വീട് പണിയൊക്കെ നടക്കുന്നു, വളരെയധികം സാമ്പത്തിക ആവശ്യങ്ങളുള്ള സമയം, ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ആവില്ല എന്നറിയാം. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ ഉള്ളിൽ ആഗ്രഹം ചെറുതായി പറഞ്ഞു. ഉടമ്പടിയുടെ നിയോഗം ആദ്യം ഞാൻ വെക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ഞാൻ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊരു ജോലി ഒരുക്കി തരണേന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ആ നിയോഗം വെച്ച് 1 മാസം പോലും ആയില്ല, എന്നോട് ഇങ്ങോട്ട് ഒന്ന് റിക്വസ്റ്റ് വന്നു, എനിക്കൊരു നല്ലൊരു ജോലി സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ഒരുക്കി തന്നു. അതിലും അതിശയമായിട്ട് പറയാനുള്ളത്, ഞാൻ അക്കൗണ്ട്സ് ഒന്നും ബേസിക് പഠിച്ചിട്ടില്ല. അതായത് ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ടാലി അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. കാരണം ടാലി എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് 1 മാസം ക്ലാസ്സിൽ ജസ്റ്റ് പോയി തുടങ്ങിയെങ്കിലും അത് ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ടാലിയിൽ എനിക്ക് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഒരാഴ്ചത്തെ ചെറിയൊരു ട്രെയിനിങ് മാത്രം, അതും ഈ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നല്ല ഒരു സ്ഥാപനമായതുകൊണ്ട് അവർ തന്നെ സന്തോഷത്തോടുകൂടി ട്രെയിനിങ് തന്ന് നന്നായി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു സാക്ഷിയാണ്. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂത്താൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം കൂടെയുള്ള എല്ലാവർക്കും ഡേറ്റ് കിട്ടി, അവർക്കൊക്കെ പക്ഷേ ദൂരെയാണ്, ഡൽഹിയിലും പൂനെയിലും കൊൽക്കട്ടയിലാണ്. അപ്പോൾ ഇവൾക്ക് ഒന്നാമത്തെ കാര്യം അലർജിയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരുപാട് അപ്പോൾ ഞാനെപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് എനിക്ക് ദൂരെ ഒന്നും പോയി എക്സാം എഴുതണ്ട, ഞങ്ങൾക്ക് അടുത്തൊരു സെൻറ്റർ കിട്ടണം എന്ന് പറയും. അപ്പം
3 മാസമായിട്ടും ഡേറ്റ് കിട്ടാഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി. അപ്പം ഞാൻ പറഞ്ഞു അവളോട്, മോളെ വിഷമിക്കേണ്ട, അതിലൊരു വലിയൊരു ദൈവിക പദ്ധതിയുണ്ട്, നിനക്ക് നല്ലൊരു സ്ഥലത്ത് കിട്ടാനായിരിക്കും അമ്മ ഒരുക്കണേന്ന്. അങ്ങനെ അവളുടെ വിഷമം കണ്ടിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗമല്ല, ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. ഒരു ഡേറ്റ് മാർച്ച് 25 എന്നുള്ളൊരു ഡേറ്റ് ഇട്ടു. അതിന് ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ കൊച്ചിയിൽ കൊയ്ത്ത് സെൻറ്ററിൽ മെയിൽ വന്നു. ഫുൾ മൊഡ്യൂളായിട്ട് കിട്ടി. എക്സാം എഴുതിയിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിലും മിക്കവാറും 1-2 ആഴ്ചയ്ക്കുള്ളിൽ വരും. എന്നാലും അത് ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട ഫലമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഒരു നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പപ്പയുടെ പെങ്ങള് സിസ്റ്റർ ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിക്ക് ക്യാൻസർ ആയിരുന്നു. ഞാൻ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ആൻറ്റിക്ക് ഒരുപാട് റിക്കവറി ആയതായിരുന്നു. ഇടയ്ക്ക് ആൻറ്റി ബാത്റൂമിൽ വെച്ച് നന്നായി ഒന്ന് വീണു, ആരും അറിഞ്ഞില്ല. അപ്പോൾ നന്നായി ഫ്രാക്ചറായി, അത് നല്ല ഇഞ്ചുറിയായി, ഇൻഫെക്ഷനായി. അപ്പോൾ അത് സിവിയർ ആയിരുന്നു. അപ്പോൾ ഡോക്ടർമാരെല്ലാം തൃശ്ശൂരാണ്, ആൻറ്റി ഹോളി ഫാമിലി കോൺഗ്രിഗേഷനാണ്. അപ്പോൾ ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇനി വലിയ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെന്ന്. കാരണം ആൻറ്റി ആണെങ്കിൽ പെയിൻ ഉണ്ടെങ്കിലും ആരോടൊന്നും പറയാത്ത ആളാണ്. പക്ഷേ ഇത് തീരെ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ കണ്ടിട്ട് എനിക്ക് തന്നെ വളരെയധികം വിഷമം. മുഖമെല്ലാം വളരെയധികം അടിച്ചാണ് വീണത്. മുഖമെല്ലാം വളരെ വികൃതമായ രൂപത്തിലായി. അപ്പോൾ ഡോക്ടർമാരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു വിശുദ്ധമായ ഒരു മരണം ആൻറ്റിക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ആൻറ്റി ഒരു ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ മരണസമയത്ത് 3 മണി ആവാറാകുമ്പോൾ ആൻറ്റിക്ക് നല്ലൊരു മരണം കൊടുത്തു. അതുമാത്രമല്ല, ആൻറ്റിയുടെ കൂടെ നിന്ന് സിസ്റ്റേഴ്സ് എപ്പോഴും പറയും, ആൻറ്റി മരണത്തിന് 2-3 ദിവസം മുമ്പ് നല്ല വെളുത്ത ആൻറ്റിയാണ്, പക്ഷെ കറുത്ത് പോയായിരുന്നു, റേഡിയേഷൻ അങ്ങനെ കുറേ. പക്ഷെ ശരിക്കും നല്ല വെള്ള പോലെ കളറായി. അത് അവർ പറയും നിൻ്റെ ആൻറ്റി ഒരു വിശുദ്ധയാണെന്ന് പറഞ്ഞു. നീ ആൻറ്റിയോടെ മധ്യസ്ഥനെ വെച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ആൻറ്റിയുടെ മരണശേഷം ഞാനൊരു നിയോഗം വെച്ചു. അത് അതുപോലെ നടന്നിട്ടുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്, തൈലം വഴിയായിട്ട്. എനിക്ക് ഇടയ്ക്കിടെ തലവേദന വരാറുണ്ട്, മൈഗ്രെയിനാണ്. ആദ്യം ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അതിനുവേണ്ടി മെഡിസിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം അങ്ങനെ തലവേദനയൊന്നും വരാറില്ല. വെയിൽ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ കിടക്കുകയുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും വരാറില്ല. പിന്നെ അതുപോലെ ഞാൻ ഒരു ഇച്ചിരി ഉയരത്തിൽ നിന്നൊന്ന് വീണെന്ന് പറയാൻ പറ്റില്ല, കാല് മടങ്ങിയതാണ്. പക്ഷെ ആ മടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ കാല് ഒടിഞ്ഞെന്ന് വിചാരിച്ചു. അത്രയും അത് ഒരു റോഡ് സൈഡിൽ വെച്ചായിരുന്നു. അപ്പോൾ അവരൊക്കെ ശരിക്കും വിഷമിച്ചു. എന്തെങ്കിലും കാര്യമായി പറ്റിയിട്ടുണ്ട്. ഒരു കടയുടെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ അവരവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ശരിക്കും വിചാരിച്ചു എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുന്നു. പക്ഷേ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് നടക്കാൻ, വേറെ ആരുമില്ല, എനിക്ക് നടക്കാൻ, എൻ്റെ കാലിനൊന്നും പറ്റില്ലെന്ന്. ഞാൻ വീട്ടിൽ വന്ന ഉടനെ നേർച്ച ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. മാത്രമല്ല എനിക്ക് തന്നെ അത്ഭുതമായി. കാരണം ഇത്രയും വലിയ വീഴ്ച വീണിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ അത് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. പിന്നെയും ഒരുപാട് രോഗസൗഖ്യങ്ങൾ മക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ആത്മീയ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയും മുടങ്ങാതെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യും, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ധ്യാനം കൂടുന്ന ഒരു തവണയല്ല, ഞാൻ ഒരു 3 തവണയെങ്കിലും കൂടും. കാരണം ആ ധ്യാനം ഞാൻ പഠിക്കാറുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം ധ്യാനം കൂടുമ്പോൾ ഞാൻ ഒരു ഡയറി എടുത്ത് വെച്ച് അത് ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കും. അതിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അടുത്ത ആഴ്ച വരെ ഇങ്ങനെ ധ്യാനിക്കും. പിന്നെ ആ വചനങ്ങൾ കാണാതെ പഠിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛനിങ്ങനെ പറയും, 1-2 ധ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സുഹൃത ജപം പോലെ ഞാനത് ഏറ്റു പറയാറുണ്ട്. ഒരു പ്രാവശ്യത്തെ ധ്യാനത്തിന് അച്ഛൻ പറഞ്ഞു, കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഈ ദിവസം മുഴുവൻ നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ആ ധ്യാനം കൂടിയ ദിവസം മുതൽ ഒരു ദിവസം കംപ്ലീറ്റ് അത് പറഞ്ഞുകൊണ്ട് നടന്നു. അന്ന് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈശോയെ അവിടുത്തെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന്. ഞാനത് പറഞ്ഞ് ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഉടമ്പടിയിൽ അച്ഛൻ ധ്യാനങ്ങളിൽ പറയാറുള്ള കാര്യങ്ങൾ അതെല്ലാം എൻ്റെ മനസ്സിൽ ഹൃദയസ്ഥമാക്കി വയ്ക്കാറുണ്ട്. അച്ഛൻ പറയാറുണ്ടല്ലോ, അതായത് ഉടമ്പടിയുടെ ആദ്യത്തെ ഫേസ് വിശ്വാസവും 2ാമത്തെ ഫേസാണ് ദൈവസ്നേഹം എന്നും. പിന്നെ ഉടമ്പടിയിൽ വിശ്വാസത്തിൽ ഉടമ്പടിയിലാണെന്ന്, നിങ്ങൾ ദൈവസ്നേഹത്തിലാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്ക് നിത്യതയോടെയുള്ള സ്നേഹമാണെന്നും. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം, ഞാൻ ഭൗതികത ആഗ്രഹിക്കുന്നില്ല. ഭൗതികത ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു പണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല. ഞാൻ നിത്യതയെക്കുറിച്ച് മാത്രമാണ് സ്വപ്നം കാണുന്നത്. കാരണം ഞാനിപ്പോൾ ഉടമ്പടിയുടെ നിയോഗങ്ങൾ എപ്പോൾ നടക്കുന്നു, 3 മാസത്തിനുള്ളിൽ നടക്കുന്നില്ല എന്നൊന്നും ഞാൻ നോക്കാറില്ല. അതെപ്പോൾ നടന്നാലും അമ്മയുടെ ആഗ്രഹം പോലെ ആയിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. പിന്നെ എനിക്ക് ഇത് അച്ഛനെ എഴുതി കൊടുക്കാൻ വിട്ടുപോയി. പക്ഷേ എൻ്റെ മനസ്സ് ചെറിയൊരു നിയോഗമായിരുന്നു, അതായത് എൻ്റെ കുടുംബത്തെ ആത്മീയതയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വളർത്തണമെന്നും. അതുപോലെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഞങ്ങളെല്ലാവരും കുടുംബത്തിൽ നിന്ന് പങ്കെടുക്കാറുണ്ട്. ചെറിയ മോൻ പറ്റാറില്ല, കുഞ്ഞ് രാവിലെ നേരത്തെ എഴുന്നേൽക്കില്ല. ബാക്കി ഞങ്ങളെല്ലാവരും മുടങ്ങാണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിൾ വായന ചെയ്യുന്നുണ്ട്. 2 ആഴ്ച അല്ല 10 ദിവസത്തിനുള്ളിൽ കുമ്പസാരിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാരണം ആൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി അച്ഛനെ കാണാനൊക്കെ ബ്ലെസ്സിങ് സെപ്പറേറ്റ് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓർഫണേജുകളിൽ അനാഥ അതുപോലെ പ്രായ അപ്പച്ചമാരും അമ്മച്ചും അവരുടെയൊക്കെ അവിടെ പോയിട്ട് കുളിപ്പിക്കാം, അവർക്ക് അവരെ ക്ലീൻ ചെയ്ത് കൊടുക്കാം, മുടി വെട്ടി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ആശുപത്രികളിൽ ആദ്യം കൊടുത്തിരുന്നു. ഇപ്പോൾ അവർ സമ്മതിക്കാത്തത് കൊണ്ട് വഴിയോരങ്ങളിലെല്ലാം കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം വേറെ ചെയ്യുന്നത് ഞാൻ പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് 4 കെട്ട് പത്രം വാങ്ങിച്ച് ഞാനും ഹസ്ബൻഡും മൂത്ത മോളെ അവൾ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതാൻ വേണ്ടി അവൾ ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ 3 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവളെ കൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിക്കാറുണ്ട്. എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അവൾ വരാറുണ്ട്. പിന്നെ എനിക്ക് ഇതെല്ലാം പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പത്രവിതരണം ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമുക്ക് ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ട്രെയിനിലായിരിക്കും പോകാറ്. റെയിൽവേ സ്റ്റേഷനിൽ കുറേ പത്രം കൊടുക്കാറുണ്ട്. ട്രെയിൻ ഇറങ്ങി അങ്കമാലിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചിക്ക് പത്രം കൊടുക്കാൻ പോയപ്പോൾ ആ ചേച്ചി എൻ്റെ മുഖത്തേക്കൊന്ന് രൂക്ഷമായി നോക്കി. എന്നോട് പറഞ്ഞു, നിനക്ക് വട്ടാണോടി, 17-ാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്, എന്താ കാണിച്ചുകൊണ്ട് അടക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുമാതിരി എന്നോട് ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ചേച്ചീനെ ഒന്നും ചെയ്തില്ല, എന്തിനാണ് അവ ഇത്ര പറയണതെന്ന് ഞാൻ വിചാരിച്ചു. ചുറ്റും കൂടി നിന്നിരുന്ന ട്രെയിൻ കയറുന്ന ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ജീവിയെ നോക്കണ പോലെ നോക്കിയത്. കാരണം അവർ വിചാരിക്കുന്നത് ഈ കൃപാസന പത്രം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക സംഭവമാണെന്ന്. പക്ഷേ എനിക്കങ്ങനെ ഒരു വിഷമം തോന്നിയില്ല, എനിക്ക് സന്തോഷമാണ് തോന്നിയത്. ആദ്യം ഉടമ്പടി എടുത്ത ആദ്യ നാളിലൊക്കെ കൃപാസന പത്രം കൊടുക്കുമ്പോൾ പലരും നിഷേധിക്കുമ്പോൾ അയ്യോ ഇവരെന്താണോ വാങ്ങിക്കാത്തതെന്ന് ഉള്ളിൽ ചെറിയ വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അവരെ നിഷേധിക്കുമ്പോഴാണ് കൂടുതലും സന്തോഷം തോന്നാറ്. കാരണം ഞാൻ വിചാരിക്കാതെ അവർക്ക് അർഹിക്കുന്ന വേറെ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കും. ഞങ്ങളുടെ പള്ളികളിലും തൊട്ടടുത്ത പള്ളികൾ 2-3 പള്ളികളിലൊക്കെ ഞങ്ങൾ ചിലപ്പോൾ മാറി പോകാറുണ്ട്. യൂദാശ്ലീഹയുടെ ഒരു പള്ളിയുണ്ട്, ഇടയ്ക്ക് അവിടേക്ക് പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇടവക പള്ളിയുണ്ട്, അവിടെയെല്ലാം പത്രങ്ങൾ കൊണ്ടുവന്ന് കെട്ടുകണക്കിന് ഇരിക്കാറുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ മാസത്തെ പത്രമായിരിക്കും. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഏപ്രിൽ മാസത്തെ പത്രം മെയ് 5-ാം തീയതി എനിക്കൊരു കെട്ട് ഞങ്ങളുടെ ചുറ്റും എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ എത്ര കെട്ട് പത്രം വാങ്ങിച്ചാലും 1-2 ദിവസത്തിനുള്ളിൽ ഇന്ന് വാങ്ങിച്ചാൽ ഇന്നോ നാളെയായിട്ട് എനിക്ക് കൊടുത്തു തീർക്കാൻ മാതാവ് അനുവദിക്കാറുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ ദൈവാനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാതാവ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് പല അനുഭവം തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അതായത് എല്ലാവരും എന്നെ തള്ളി പറഞ്ഞ് നമ്മൾ ഒറ്റപ്പെടുത്തിയ സമയങ്ങളൊക്കെ കടന്നുണ്ട്. അപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുമ്പം ആരോ എന്നെ വിജി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് പോലെ തോന്നി. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും പുറത്തുനിന്ന് വന്നതായിരിക്കും എന്ന് വിചാരിച്ച് വാതിലൊക്കെ തുറന്നേക്ക് ചുറ്റുവട്ടം നോക്കി ആരെയും കണ്ടില്ല. 3 പ്രാവശ്യം വിളിച്ചു. അപ്പോഴെന്ന് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഫീമെയിൽ വോയിസ് ആയിരുന്നു. അമ്മയുടെ സ്വരമാണെന്ന് എനിക്ക് ആ സമയത്ത് ബോധ്യമായില്ല. കാരണം ഞാൻ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് അമ്മ എന്നെ വിളിച്ചതായിരിക്കുമെന്ന്. 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിൽ തോന്നി, ആ സ്വരം നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അമ്മയുടെ സ്വരമാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ജോസഫ് അച്ഛന് ഒരുപാട് സ്വപ്നത്തിൽ ദർശനം തോന്നിയിട്ടുണ്ട്. ഒരു രാത്രി ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടത് അച്ഛൻ എന്നോട് എൻ്റെ ചെവിയിൽ വന്ന് എന്തോ മന്ത്രിക്കുന്നതായി തോന്നി. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ല. എനിക്ക് അച്ഛനെ പൊതുവേ പേടിയാണ് ഇവിടെ ആയാലും. കാരണം അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരിലൊക്കെ ചിലരോട് ദേഷ്യപ്പെടാറുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് പേടിച്ചാണ് സ്വപ്നത്തിൽ പറയുന്നത്, അച്ഛാ എനിക്ക് ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ ചെവിയിൽ ജ്ഞാനം 6:11 എന്നുള്ള വചനം പറഞ്ഞു. അപ്പോൾ ആ വചനം എനിക്ക് അറിയാവുന്ന വചനമായിരുന്നു. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്നതാണ്. അപ്പോൾ ആ വചനം ആ ദിവസം മുഴുവൻ ഞാൻ ചൊല്ലി. അതെനിക്ക് വളരെ അഭിഷേകമായി മാറി. അച്ഛൻ പറയാറുണ്ടല്ലോ, വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലോ വചനം നിങ്ങൾക്ക് മാംസം ധരിക്കുമെന്ന്. ഞാൻ ഈ മോളുടെ എക്സാമിൻ്റെ സമയത്തൊക്കെ നെഹമ്യാ 2:20 സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, ആ വചനം ഒരുപാട് തവണ എഴുതിയും മനസ്സിൽ ഉരുവിട്ടും ജപമാല പോലെ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഫിലിപ്പി 4:19 വചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകും. ഇതെല്ലാം ഞാൻ ഏറ്റുപറയുന്ന വചനങ്ങളാണ്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ തുടങ്ങി. അതുപോലെ ജെറമ്യാ 32:15 വചനം വെച്ച് ഞാൻ എൻ്റെ വീട് വിൽപ്പനയുടെ സമയത്ത് തടസ്സം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം വചനം കേട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു കൃപ മാതാവും ഈശോ ഒരുക്കി തന്നിട്ടുണ്ട്. അത്രത്തോളം വചനത്തിൻ്റെ
അഭിഷേകം എനിക്ക് അതിൻ്റെ വചനം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ പഠിക്കാൻ. ബൈബിൾ വായിക്കാൻ എത്രത്തോളം സമയം കിട്ടുന്നു അത്രത്തോളം സന്തോഷമാണ്. അപ്പോൾ ഇത്രത്തോളം അഭിഷേകം എനിക്ക് ഞാൻ എല്ലാ ദിവസവും കൃപാസനത്തിൽ ആൾത്താരയെ കാണാറുണ്ട്. മാത്രമല്ല ഞാൻ ഓരോ വിശുദ്ധ കുർബാനകൾ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇത്രയും വിശുദ്ധനായിട്ടൊരു വൈദികൻ, ഇത്രയും പച്ചയായ മനുഷ്യനായി ജീവിക്കുന്ന വിശുദ്ധനായിട്ടൊരു വൈദികൻ നമുക്ക് വേണ്ടി, ഈ തിരുസഭയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും വേദനകൾക്ക് വേണ്ടി, അച്ഛൻ്റെ ഇത്രയും രോഗപീഠകളുടെ നടുവിലും ഇത്രയും ആൾക്കാർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. ഈശോ എത്രയും പെട്ടെന്ന് ഈ കൃപാസന ആൾത്താര തിരുസഭയിൽ അംഗീകരിക്കപ്പെടാനും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകമെങ്ങും അറിയപ്പെടാനും ഇടയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ കൃപാസനം പ്രസാദോര മാതാവേ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ മമ്മി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ഈ വർഷം SLCക്ക് ഒരു ഗ്രേസ് മാർക്ക് കൂടാതെ എനിക്ക് ഫുൾ A+ നൽകി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഇപ്പം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതിൽ ഇപ്പം ഉടമ്പടിയിൽ നിയോഗം വെച്ച എല്ലാ കാര്യത്തിലും ദൈവികമായ ഇടപെടൽ ഉണ്ടായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനോടൊപ്പം അതിന് തത്തുല്യമായിട്ട് നേരത്തെ ഓരോ സാക്ഷ്യത്തിലും നമ്മളിങ്ങനെ എന്ത് ദൈവാനുഭവം ഉണ്ടായാലും അത് നമ്മളിവിടെ സാക്ഷ്യം പറയുവാനായിട്ട് നമ്മൾ അനുവദിക്കാറുമില്ല. കാരണം ഉടമ്പടിക്കൊരു ലക്ഷ്യമുണ്ട്, അത് അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന ലക്ഷ്യമാണ്.